മഴത്തോരു മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഞ്ചലിന്റെ വീട്ടിൽ പോയി എൽസമ്മയെ കാണുവാൻ അലീന അനുവാദം ചോദിച്ചപ്പോൾ സ്റ്റാൻലി പതിവ് പോലെ ആദ്യം എതിർത്തു. അയാൾ ചോദിക്കുകയാണ്, ഒരു തവണ പോയി കൊതി തീർന്നതല്ലേ, അന്ന് കാറിടിപ്പിച്ച് ഹോസ്പിറ്റലിൽ കയറ്റിയതേ ഉള്ളൂ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോന്നു, ഇനിയും തല കൊണ്ടുപോയി വെച്ചു കൊടുക്കണോ? അവിടെ താമസിക്കാനൊന്നും പോവല്ലോ, ഞാൻ ഒറ്റയ്ക്കുമല്ല പോകുന്നത്, വല്യപ്പച്ചൻ കൂട്ടിനുണ്ട്. ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ പോയി കാണേണ്ടതല്ലേ പപ്പ? അപ്പച്ചൻ പോയി കണ്ടതാ. ആ റീത്താമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടാ അഞ്ചലിൽ നിന്ന് പുനലൂർക്ക് വണ്ടി കയറിയത്. ഇവിടുത്തെ ബൈജു ഉണ്ടായിരുന്നു കൂടെ. ഇല്ലെങ്കിൽ നീ അപ്പച്ചനോട് ചോദിച്ചു നോക്ക്, നേരാണോ എന്ന്. വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞായിരുന്നു. എന്നാലും പപ്പയൊന്നും പോയി കണ്ടില്ലല്ലോ. പപ്പയുടെ 3 മക്കളെ പ്രസവിച്ച സ്ത്രീയല്ലേ. ആര് പറഞ്ഞു ഞാൻ പോയില്ലെന്ന്? ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ്. പപ്പ എന്നിട്ട് എൻ്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ലല്ലോ. നീ അപ്പോഴൊക്കെ ആ മേനോൻ്റെ വീട്ടിലല്ലായിരുന്നോ? എന്നാലും ഫോൺ വിളിച്ചപ്പോൾ പറയായിരുന്നല്ലോ. അതിത്രയ്ക്ക് പറയാൻ എന്തോന്നിരിക്കുന്നു? പപ്പ ആൻറ്റിയോട് സംസാരിച്ചോ? ഞാൻ ചെല്ലുമ്പോൾ അവൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. പാർഷ്യൽ പാരാലിസിസ്, വീഴ്ചയിൽ നട്ടലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ എഴുന്നേക്കാനും മിണ്ടാനും ഒന്നും വയ്യേ പപ്പ? അലീന ആശങ്കയോടെയാണത് ചോദിച്ചത്. ഞാൻ ചെന്ന് കാണുമ്പോൾ അതായിരുന്നു അവസ്ഥ. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ പപ്പ പിന്നീട് അന്വേഷിച്ചതേയില്ലേ? ഞാൻ അന്ന് ചെന്നപ്പോൾ ആങ്ങളമാരും ചേച്ചിയും ഒക്കെ ചുറ്റിലും ഉണ്ടായിരുന്നു. ഇയാൾക്കിവിടെ എന്ത് കാര്യം എന്ന മട്ടിലാണ് അവരൊക്കെ എന്നെ നോക്കുന്നത്. എനിക്കവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. പണം എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തേക്കാൻ ഞാൻ ഓഫീസിൽ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നീ വന്നിട്ട് കൈകാര്യം ചെയ്യട്ടെ എന്ന് ഞാൻ കരുതി. പപ്പ, അതിനുവേണ്ടി കൂടിയാണ് ഞാൻ അവിടം വരെ പോകാമെന്ന് പറഞ്ഞത്. അത് പപ്പയ്ക്ക് സമ്മതമല്ലല്ലോ. ബോധമില്ലാത്ത കൂട്ടരാണ് ലീന. മനുഷ്യവർഗത്തിൽപ്പെട്ടതാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അവർക്ക് കടിച്ചു കീറാൻ കിട്ടുന്നില്ല. നിന്നെ കാണുമ്പോൾ ആ ദേഷ്യം കൂടി നിന്റെ അടുത്തല്ലേ അവർ കാണിക്കുകയുള്ളൂ. പപ്പ, ഇനി അവിടെ കാറൊന്നും ഇല്ലല്ലോ എന്നെ ഇടിപ്പിക്കാൻ. അങ്ങ് ചെല്ല്. അവർ വെട്ടുപോത്തിനെ വാങ്ങിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടാവും. കയറഴിച്ചു വിട്ടാൽ മതിയല്ലോ. പിന്നെ പോലീസിനെയും പേടിക്കണ്ട. സ്റ്റാൻലി ദേഷ്യത്തിലാണ് പറഞ്ഞതെങ്കിലും അലീനയ്ക്കത് കേട്ടപ്പോൾ ചിരി വന്നു. തുടർന്ന് അവൾ പറയുകയാണ്, ഈ പപ്പയുടെ ചില നേരത്തെ വർത്തമാനം. ഞാനും വല്യപ്പച്ചനും കൂടി ഒന്ന് ഓടിപ്പോയിട്ട് വരാം. ഹോസ്പിറ്റലിലാകുമ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ. അപ്പോൾ പിന്നെയും സ്റ്റാൻലി പറയുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് പോയെന്നാ കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പപ്പ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ബൈജുവും ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ. അതും പോരെങ്കിൽ പപ്പയുടെ 1-2 ബോഡി ഗാർഡിനെ കൂടെ വിട്ടു തന്നേക്ക്. 2 കൂറ്റൻ ജർമ്മൻ ഷെപ്പേർഡുകളാണ് സ്റ്റാൻലിയുടെ സന്തത സഹചാരികൾ. ഒടുവിൽ സ്റ്റാൻലി മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. സ്റ്റാൻലി ചോദിക്കുകയാണ്, ബബിതയെ കൊണ്ടുപോകുന്നുണ്ടോ? അവളും പോരട്ടെ പപ്പ. അവർ ചീത്ത വിളിച്ചുകൊണ്ട് വഴക്കിന് വന്നാൽ എന്തു ചെയ്യും? വെറുതെ എന്തിനാണ് ആ കുട്ടിയെ പേടിപ്പിക്കുന്നത്? ഞങ്ങൾ പോകുമ്പം അവളിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ പപ്പ? ഒറ്റയ്ക്കോ? ഞാനിവിടെ ഇല്ലേ? അലീന പപ്പയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ വീണ്ടും സ്റ്റാൻലി പറയുക, അല്ലെങ്കിൽ തന്നെ ആൻ്റപ്പനില്ലേ, പൗലോസ് ഇല്ലേ? അപ്പോൾ അലീന, അതും ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ബബിതയോട് പറഞ്ഞപ്പോൾ അവൾക്കും അലീനയുടെ കൂടെ പോകണം. ഉടനെ ഔതക്കുട്ടിച്ചായൻ ബബിതയെ സ്നേഹബുദ്ധിയാ ഉപദേശിക്കുകയാണ്. കൊച്ചേ, പറയുന്ന ഒന്ന് കേൾക്ക്. കഴിഞ്ഞ തവണ ഇവളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. വല്ല ചീത്തവിളിയും വഴക്കും ഒക്കെ ഉണ്ടായാൽ മോളത് കണ്ട് പേടിച്ചു പോകും. ഇവൾക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരാൾ കൊല്ലാൻ വന്നാലും അവൾ അങ്ങ് നിന്നു കൊടുക്കും. പിന്നെ ഞങ്ങൾ പോയാൽ 2-3 മണിക്കൂറിനുള്ളിൽ ഇങ്ങ് തിരിച്ചു വരില്ലേ? മുഖം പാതി വീർപ്പിച്ചു പിടിച്ച മട്ടിലായിരുന്നുവെങ്കിലും തന്നെ കൂടാതെ പൊയ്ക്കൊള്ളുവാൻ ബബിത അനുമതി നൽകി. കാറിലായിരുന്നു യാത്ര. ഔതക്കുട്ടിച്ചായനും അലീനയും 2 നായ്ക്കളും. ബൈജുവായിരുന്നു ഡ്രൈവർ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അലീനയുടെ കോൾ വന്നു. അഞ്ചലിൽ എത്തിച്ചേർന്നുവെന്നും കുഴപ്പമൊന്നുമില്ലെന്നും അവൾ സ്റ്റാൻലിയെ വിളിച്ചറിയിച്ചു. ബബിതയെയും അവൾ വിളിച്ച് സമാധാനിപ്പിച്ചു. ബബിത ഉച്ചവരെ അലീനയുടെ മുറിയിൽ തന്നെ ഇരുന്നു. സമയം പോകുവാൻ TV ഓൺ ചെയ്തു വെച്ചു. റിമോട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് അവൾ ചാനൽ മാറ്റിക്കൊണ്ടേയിരുന്നു. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ബബിത എഴുന്നേറ്റ് നിന്ന് ബോൾട്ട് എടുത്ത് വാതിൽ തുറന്നു. വാതിലിനപ്പുറം അലീന ചേച്ചിയുടെ പപ്പ. അവൾക്ക് പെട്ടെന്ന് പരിഭ്രമം കയറി. സ്റ്റാൻലി അപ്പോൾ ചോദിക്കുകയാണ്, റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് അകത്ത് കിടന്ന് ഉറക്കമായിരുന്നോ? അല്ല, TV. അവൾ അകത്തേക്ക് കൈ ചൂണ്ടി. ഊണ് കഴിക്കണ്ടേ? എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ കൃത്യം 1 മണിക്ക് വിശക്കണം. അതാണ് ഇവിടുത്തെ ചിട്ട. വന്നേ. സ്റ്റാൻലി തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് TV ഓഫ് ചെയ്തിട്ട് ബബിത അയാളുടെ പിന്നാലെ പോയി. ഊണുമുറിയിൽ പൗലോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി തനിക്ക് ആവശ്യമുള്ളത് വിളമ്പിയെടുത്തു. ബബിതയുടെ പ്ലേറ്റിലേക്ക് ചോറിടുവാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ എടുത്തോളാം. അവൾ സ്പൂൺ വാങ്ങി വിളമ്പിയെടുത്തു. അത് കണ്ടുകൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇത്രയും കുറച്ച് കഴിച്ചാൽ മതിയോ? ഇനി ഞാൻ എടുത്തോളാം. ബബിതയുടെ സംസാരം കേട്ടപ്പോൾ വൈജയന്തിയാണ് സംസാരിക്കുന്നതെന്ന് സ്റ്റാൻലിക്ക് തോന്നി. ശബ്ദവും ടോണും അവൾ പതിവായി ഉപയോഗിക്കുന്ന വാക്കുകളുമെല്ലാം. ഭക്ഷണം കഴിക്കുന്നത് മാത്രം അല്പം അലസമായിട്ടാണെന്നേ ഉള്ളൂ. ഇവിടെ താമസിച്ചിട്ട് എന്തു തോന്നുന്നു? ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം കൂടി താമസിച്ചോ കേട്ടോ. അലീനയ്ക്ക് ഒരു കൂട്ടുമാകുമല്ലോ.
ബബിത വിസ്മയത്തോടെ സ്റ്റാൻലിയെ നോക്കി. ഊണുമേശയിൽ അധികം സംസാരിക്കാത്ത ആളാണ്, പക്ഷെ അയാൾ സംസാരിക്കുന്നു. സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, അല്ല, അവൾക്ക് ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ആരുമില്ലാതെ ജീവിച്ചിട്ട് ഓർക്കാപ്പുറത്ത് എല്ലാവരെയും കിട്ടിയപ്പോൾ ശരിയാ. ബബിത തലയാട്ടി. സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആരെയെങ്കിലും കിട്ടിയാ അവൾ എന്നെ ഇട്ടിട്ട് കൂടെ അങ്ങ് പോയി കളയും. അതുകൊണ്ടാ അന്ന് ഞാൻ അവളെ ഫോൺ വിളിച്ചപ്പോൾ അവളോട് അത്രമാത്രം ദേഷ്യപ്പെട്ടത്. അല്ലാതെ ഇവിടെ ഒരാൾ വന്ന് അവളുടെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ടായിട്ടൊന്നും അല്ല. ബബിതയ്ക്ക് മനസ്സിലായി. അന്ന് അലീന ചേച്ചിയെ വിളിച്ച് ക്ഷോഭിച്ച് സംസാരിച്ചത് താനും കൂടി കേട്ടല്ലോ എന്ന ചമ്മൽ കേണലിന് ഇനിയും മാറിയിട്ടില്ല. ബബിതയ്ക്കും സംസാരിക്കാനുള്ള ധൈര്യം അപ്പോൾ കിട്ടി. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അലീന ചേച്ചിക്ക് പപ്പയോടാ ഏറ്റവും കൂടുതൽ സ്നേഹം. അന്ന് അലീന ചേച്ചി പപ്പ വഴക്കുണ്ടാക്കിയ ശേഷം മൊബൈലും തലക്കൽ വെച്ചുകൊണ്ട് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു. അപ്പോഴാ ഇവിടുന്ന് ഫോൺ കോൾ പിന്നെയും വന്നത്. അന്നേരത്തെ സന്തോഷം അതൊന്ന് കാണേണ്ടതായിരുന്നു. അത് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ മുഖത്തുണ്ടായ ചിരി അല്പനേരം മായാതെ അങ്ങനെ നിന്നു. അതിന് ആത്മസംതൃപ്തിയുടെ നിറവുണ്ടായിരുന്നു. തുടർന്ന് സ്റ്റാൻലി പറയുകയാ, എന്നോട് മാത്രമല്ല നിങ്ങളോടും വലിയ ഇഷ്ടമാ. ബബിത ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ എന്തൊരു വെപ്രാളമായിരുന്നു അവൾക്ക്. ഞാൻ കാർ ഓടിക്കുമ്പോൾ സ്പീഡ് കൂടുതലെന്ന് പറഞ്ഞ് കുറ്റം പറയുന്നവൾക്ക് അന്ന് സ്പീഡ് പോരാ. അത് കേട്ടപ്പോഴേക്കും ബബിതയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാം അലീന ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാനന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നതും അലീന ചേച്ചി കാരണമാണ്. അവൾ ഭക്ഷണം വിളമ്പിക്കഴിക്കുന്നു നിർത്തി. അല്പസമയം എന്തോ ഓർത്തിരുന്നു. ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാമോ അലീന ചേച്ചിയെ? എന്തെല്ലാം പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ കറിപ്പാത്രമൊക്കെ തട്ടിമറിച്ചിടും ഊണുമേശയെന്ന് താഴേക്ക്. അലീന ചേച്ചിക്കറിയാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. എന്നാലും ഒന്നും അറിയാത്ത ഭാവത്തിൽ അതെല്ലാം തൂത്തു തുടച്ച് കഴുകി വെടിപ്പാക്കും. അന്നൊന്നും എനിക്കറിയില്ലല്ലോ എൻ്റെ സ്വന്തം ചേച്ചിയോടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ചെറുചിരിയോടുകൂടിയാണ് ബബിത അത് പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണിൽ നിന്നും ഒന്നോ രണ്ടോ കണ്ണീർ കണങ്ങൾ അടർന്നു വീണു. സ്റ്റാൻലി ഒരു നിമിഷം അമ്പരന്ന് നോക്കിയിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ലീവ് ഇറ്റ്. ബബിത പുറം കൈകൊണ്ട് കണ്ണു തുടച്ചു. ഊണ് കഴിഞ്ഞ് റൂമിൽ ചെന്ന ഉടനെ അവൾ മൊബൈൽ ഫോൺ എടുത്ത് അലീനയെ വിളിച്ചു. അലീന ചേച്ചി, ഞാനിവിടെ ത്രില്ലടിച്ചിരിക്കുക. അലീന ചേച്ചിയുടെ പപ്പ നേരിട്ട് റൂമിൽ വന്ന് എന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കുറേ വർത്തമാനം പറഞ്ഞു. എനിക്ക് അതാണ് അതിശയം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മോളെ പപ്പയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാ ആരാ മുൻപിൽ വന്ന് നിലവിളക്ക് കൊളുത്തു വെച്ചതുപോലെ നിൽക്കുന്നേ? ആരാ? ബബിത വല്ലാത്ത പരിഭവത്തോടു കൂടി പറയുക, ഒന്ന് പോ ചേച്ചി. മോളെ, ഞങ്ങൾ വരാൻ അല്പം വൈകും കേട്ടോ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഞാൻ തിരിച്ചു വരുമ്പോൾ വിശദമായി പറയാം. നീ ഇപ്പോൾ ഫോൺ വെച്ചു. ബബിത ഫോൺ വെച്ചിട്ട് ബെഡിൽ വീണ്ടും നീണ്ടു നിവർന്ന് കിടന്നു. ആൻ്റപ്പൻ ചായയുമായി വന്ന് വാതിൽ മുട്ടിയപ്പോഴേ താൻ മയങ്ങിപ്പോയ കാര്യം അവൾക്ക് മനസ്സിലായുള്ളൂ. ബബിത എഴുന്നേറ്റ് വാതിൽ തുറന്ന് ചായക്കപ്പ് വാങ്ങി. എന്നിട്ട് അവൾ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് ചായ കൊടുത്തോ? കൊടുത്തു. ബബിത മുറിയിലൂടെ നടന്നുകൊണ്ട് ചായ കുടിച്ചു. അതിനുശേഷം മുറി വിട്ടിറങ്ങി നീളൻ വരാന്തയിലൂടെ അങ്ങേ അറ്റത്ത് ചെന്നു. വെറുതെ അങ്ങനെ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻ്റപ്പൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, കേണൽ സാബ് വിളിക്കുന്നുണ്ട്. ബബിത അയാളോടൊപ്പം സിറ്റൗട്ടിന് നേർക്ക് നടന്നുപോയി. തലയിൽ ഒരു തൊപ്പിയും വെച്ച് സ്റ്റാൻലി ഒരു ശിക്കാരിയെപ്പോലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നു. സ്റ്റാൻലി തുടർന്ന് ബബിതയോട് പറയുകയാണ്, ഞാൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. ബബിത ശരിയെന്ന് തലയാട്ടി. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ കൂടെ വരുന്നോ? പോകണോ വേണ്ടയോ? ബബിത ഒന്ന് സംശയിച്ചു. ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, വാന്നേ. ഞാൻ ഡ്രസ്സ് മാറി വരാം. സ്റ്റാൻലി അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, ഈ ഡ്രസ്സൊക്കെ ധാരാളം മതി. തോട്ടമെന്ന് വെച്ചാൽ വലിയ എസ്റ്റേറ്റും ബംഗ്ലാവും ആയിരക്കണക്കിന് തൊഴിലാളികളും ഒന്നുമില്ല. കുറച്ച് റബ്ബർ മരങ്ങൾ മാത്രം, നിങ്ങളുടെ പാലായിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അയാൾ ചിരിക്കുന്നത് അവൾ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. അവൾ സ്റ്റാൻലിയുടെ പിന്നാലെ ജീപ്പിനടുത്തേക്ക് പോയി. സ്റ്റാൻലി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ബബിതയ്ക്ക് കയറുവാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചുയർന്നിട്ടായിരുന്നു ഫുട്ബോർഡ്. സ്റ്റാൻലി കൈ എത്തിച്ച് നീട്ടി അവളുടെ കൈക്ക് പിടിച്ചു ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറ്റിയിരുത്തി. ജീപ്പ് ഓടി തുടങ്ങി. കാറ്റടിച്ച് ബബിതയുടെ മുടിയിഴകൾ പാറി പറന്നു. കുറേ ദൂരം പോയ ശേഷം ജീപ്പ് ടാർ റോഡിൽ നിന്നും ചരൽപാതയിലേക്ക് തിരിഞ്ഞു. സ്റ്റാൻലി അപ്പോൾ പറയുകയാണ്, ഇനി കയറ്റമാ. ദാ ഇവിടുന്നാണ് തോട്ടം തുടങ്ങുന്നത്. സ്റ്റാൻലി കൈ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബബിതയോട് പറഞ്ഞു. അവൾ മന്ദഹസിച്ചുകൊണ്ട് തലകുലുക്കി. വൈജയന്തിയും ആദ്യകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നുവെന്ന് സ്റ്റാൻലി ഓർത്തു. അധികം സംസാരിക്കില്ല, പുഞ്ചിരിക്കും, തലയാട്ടും, എല്ലാം സമ്മതമാണ്. അയാൾ പഴയ ഓർമ്മകളിൽ വീണ്ടും ലയിക്കുവാൻ തുടങ്ങി. ഇന്ന് പാരാട്രൂപ്പ് വിങ്ങിൻ്റെ ജമ്പിംഗ് പ്രാക്ടീസ് ഉണ്ട്, കാണാൻ വരുന്നോ? വെറുതെ ചോദിച്ചതാണ്. അപ്പോഴും അവൾ പുഞ്ചിരിച്ചു തലയാട്ടി. എയർഫോഴ്സ് ക്യാമ്പിലെ തോമാച്ചനെയും കൂട്ടിയാണ് പോയത്. പൊട്ടിപ്പൊളിഞ്ഞ ടാർ റോഡിലൂടെ ആടിക്കുലുങ്ങി മൽപ്പുര പാരച്യൂട്ട് ജമ്പിംഗ് ഫീൽഡിലേക്ക്. തോമാച്ചൻ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ മുൻപേ, താനും വൈജയന്തിയും മിലിറ്ററി ജീപ്പിൽ പിൻപേ.
ജമ്പിംഗ് ഫീൽഡിന് സമീപം എയർഫോഴ്സ് സ്റ്റേഷനിൽ ബൈനോക്കുലറിലൂടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന വൈജയന്തിയുടെ മുഖത്ത് വലിയൊരു ആകാംക്ഷ. നീലാകാശത്തിന്റെ അത്യുന്നതങ്ങളിൽ എയർക്രാഫ്റ്റിൽ നിന്നും പുറത്തേക്ക് കടുകുമണി പോലെ വീഴുന്ന മനുഷ്യർ. ക്രമേണ ആകാശത്ത് കുടകൾ വിരിയുന്നു. അതിന്റെ ചുവട്ടിൽ തൂങ്ങിയാടി താഴേക്ക് വരുന്ന മനുഷ്യരൂപങ്ങൾ. തിരികെ കന്റോൺമെന്റിലേക്ക് വരുമ്പോൾ അവൾ ചോദിച്ചു, അങ്ങനെ ചാടുമ്പോൾ പാരച്യൂട്ട് നിവർന്നില്ലെങ്കിലോ? നിവരാതിരിക്കില്ല. ഒരെണ്ണം നിവർന്നില്ലെങ്കിലും മറ്റൊരെണ്ണം സ്പെയർ ഉണ്ടാവും. അതും നിവർന്നില്ലെങ്കിലോ? ആ, അങ്ങനെ ഉണ്ടായാൽ നിർഭാഗ്യം എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു തവണ അങ്ങനെ സംഭവിച്ചതായി തോമാച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, കുട നിവരാതെ താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും അയാളുടെ മനസ്സിൽ? താൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വൈജയന്തിയുടെ മുഖത്ത് ഒരു വല്ലായ്മ. മൽപ്പുരയിൽ നിന്നും കന്റോൺമെന്റിലേക്കുള്ള 7 കിലോമീറ്റർ ദൂരത്തിനിടെ തോമാച്ചന്റെ ബൈക്ക് ഏറെ മുൻപിലായി. താൻ മനഃപൂർവ്വം സ്പീഡ് കുറച്ചതോ തോമാച്ചൻ മനഃപൂർവ്വം സ്പീഡ് കൂട്ടിയതോ? തോമാച്ചൻ അറിയാമായിരുന്നു താനും വൈജയന്തിയും തമ്മിലുള്ള പ്രണയം. വൈജയന്തി PG കഴിഞ്ഞ് അന്ന് സെന്റ് ക്ലെയർ സ്കൂളിൽ അധ്യാപിക ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഗംഗാധരമേനോനും കുടുംബവും ഡൽഹിയിൽ RK പുര ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. ഇവിടെ തനിക്കും വൈജയന്തിക്കും ഇടയിൽ പ്രണയത്തിന് പ്രത്യക്ഷമായ തടസ്സങ്ങളൊന്നുമില്ല. റോഡിനിരുവശത്തും മരങ്ങൾ തിങ്ങി തണല് വിരിച്ച റോഡിന്റെ വിജനതയിൽ ജീപ്പ് നിർത്തി. വൈജയന്തി ചോദ്യഭാവത്തിൽ തന്നെ നോക്കുന്നുണ്ട്. ഒന്നും പറയാതെ അവളുടെ പിൻകഴുത്തിൽ കൈയിട്ട് മുഖം പിടിച്ച് തന്റെ തോളിലേക്ക് ചായച്ചു. ശിരസ് തെല്ല് കുനിച്ച് ആ കുളിർനെറ്റിയിൽ ഒരു ഉമ്മ. പെട്ടെന്ന് പക്ഷി ചിറകനക്കിയതുപോലെ ഒന്ന് പിടഞ്ഞ് ചെറിയൊരു വിസമ്മതത്തോടെ വൈജയന്തി തന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മിഴികളിലെ എതിർപ്പിന്റെ മുന ഒടിച്ചുകൊണ്ട് കണ്ണിനുമീതെ ഒരു ഉമ്മ കൂടി. വിധേയയായി തന്റെ തോളിലേക്ക് മുഖമർപ്പിച്ചിരിക്കുന്ന വൈജയന്തിയുടെ മിഴികളിപ്പോൾ അർത്ഥനിമീലിതം. സ്റ്റാൻലി ചരൽ റോഡിന്റെ അരികിലേക്ക് മാറ്റി ജീപ്പ് ഒതുക്കി. എന്നിട്ട് ബബിതയെ നോക്കി. ആകാംക്ഷയോടെ അവളും. ഇതൊരു കുന്നിന്റെ മുകൾ ഭാഗമാണ്. ഇവിടെ നിന്നാൽ ഏകദേശം തോട്ടം മുഴുവൻ കാണാം. സ്റ്റാൻലി ജീപ്പിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ബബിതയെ വിളിച്ചു, ഇറങ്ങി വാ. ബബിത ഇറങ്ങി. റോഡ് വക്കിൽ ചെന്ന് നിന്നുകൊണ്ട് സ്റ്റാൻലി കൈ ചൂണ്ടിക്കാട്ടി. ദാ അവിടെ മുതലാണ്. സ്റ്റാൻലി വായുവിൽ കൂടി തോട്ടത്തിന്റെ അതിരുകൾ വരച്ചു കാട്ടി. വെറുതെ കാട് പിടിച്ചു കിടന്ന സ്ഥലമാ. ആർമിയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ഈ സ്ഥലം വാങ്ങി. ഇത് വാങ്ങിച്ച കാലത്ത് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞവരുണ്ട്. ഉടനെ ബബിത, കാണാൻ നല്ല രസമുണ്ട്. ദാ ആ കാണുന്നതാണോ കുളത്തുപുഴ ടൗൺ? അതെ അതെ, അത് തന്നെ. റോഡിന് താഴെ ഒരു കല്ലുവെട്ടാൻകുഴിയിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. ബബിത കുനിഞ്ഞ് ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. കുട്ടിക്കളി മാറിയിട്ടില്ല അല്ലേ? സ്റ്റാൻലി ചോദിക്കുകയാണ്. ബബിത ഒന്ന് ചൂളി. കൈ രണ്ടും പിറകിൽ കെട്ടി. സ്റ്റാൻലി വീണ്ടും പറയുക, പോകാം. അപ്പോൾ ബബിത ഒരു കള്ളച്ചിരിയോടുകൂടി ചോദിക്കുകയാണ്, ഒരു കല്ലുകൂടി എടുത്തെറിഞ്ഞോട്ടെ? ആയിക്കോട്ടെ. സ്റ്റാൻലി ഒന്ന് മൂളി. ബബിത കുനിഞ്ഞ് ഒരു കരിങ്കൽ ചീളുകൂടി എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. തൃപ്തിയായി. അവൾ ചിരിച്ചുകൊണ്ട് ജീപ്പിനടുത്തേക്ക് നടന്നു. സ്റ്റാൻലി കൗതുകത്തോടെ അവളെ ശ്രദ്ധിച്ചു. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. മനസ്സിലൊന്നും കുസൃതി വിട്ടൊഴിഞ്ഞിട്ടില്ല. തൻ്റെ കൂടെ അവൾ സന്തോഷവതിയാണെന്നത് അയാളെയും ആഹ്ലാദിപ്പിച്ചു. അല്പനിമിഷം കഴിഞ്ഞ് സ്റ്റാൻലി ചോദിക്കുകയാണ്, കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ആ, ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇപ്പം കുറെ ക്ലാസ്സൊക്കെ മിസ്സായില്ലേ? ബബിത ഡാഷ്ബോർഡ് ഹാൻഡിലിൽ കൈ ഓടിച്ചുകൊണ്ട് പറയുകയാണ്, പഠിത്തം ഇനി പഠിക്കാമല്ലോ. പോയിസൺ എടുത്ത് കഴിച്ചത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ? അതായത് മരുന്നാണെന്നോ മറ്റോ വിചാരിച്ചിട്ട്? ബബിതയുടെ മുഖം പെട്ടെന്ന് വാടി. തുടർന്നവൾ പറയുകയാണ്, അബദ്ധമൊന്നുമല്ല, ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. ബബിത കീഴ്പോട്ട് നോക്കിയിരിക്കുകയാണത് പറഞ്ഞിട്ട്. ഇത്ര വലിയൊരു ഡിപ്രഷൻ വരാൻ കാരണം എന്താണ്? ആരോടെങ്കിലും വഴക്കിട്ട് വാശി തീർക്കാൻ? വീണ്ടും അവൾ തല കുനിച്ച് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ബുദ്ധിമുട്ടി പറയണ്ട, ഐ എം സോറി. പക്ഷേ അലീനയെ പോലൊരു ചേച്ചിയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തു പ്രശ്നമുണ്ടെങ്കിലും അവളോട് പറഞ്ഞാൽ പോരെ? ബബിത പതിയെ മുഖം തിരിച്ച് സ്റ്റാൻലിയെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അലീന ചേച്ചിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സ്റ്റാൻലി വീണ്ടും ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓഫീസിലേക്ക് അല്പദൂരം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീപ്പ് ചെന്നു നിൽക്കുമ്പോൾ ഓഫീസ് മാനേജർ സൂപ്പർവൈസറുമായി സംസാരിച്ചുകൊണ്ട് ഓഫീസ് കെട്ടിടത്തിന്റെ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി ജീപ്പ് നിർത്തി ഇറങ്ങി. താഴ്ന്നിരുന്ന ജീപ്പിന്റെ ഒരു വശം പെട്ടെന്ന് പൊങ്ങിയെന്ന് ബബിതയ്ക്ക് തോന്നി. ഓഫീസ് വരാന്തയിൽ നിന്ന് അയാൾ ഇറങ്ങി വന്ന് ഗുഡ് ഈവനിങ് സാർ എന്ന് പറയുന്നു. തുടർന്ന് ജീപ്പിൽ താൻ ഇരിക്കുന്നത് കണ്ട് ആകാംക്ഷയോടെ ചോദിക്കുന്നു, ആരാ സാറേ അത്? അലീന ചേച്ചിയുടെ പപ്പ തിരിഞ്ഞ് തന്നെ ഒന്ന് നോക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മോളാടൂ. എന്നിട്ട് തൻ്റെ നേർക്ക് നോക്കി ഇറങ്ങിച്ചെല്ലുവാൻ കൈ കാട്ടുന്നു. ബബിതയുടെ കണ്ണിൽ പെട്ടെന്ന് വെള്ളം നിറഞ്ഞു. ഒരു തേങ്ങൽ തൊണ്ടയിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്നു. അവൾ പതിയെ ജീപ്പിൽ നിന്ന് ഇറങ്ങി ആരും കാണാതെ ഒതുക്കത്തിൽ കണ്ണുകളൊപ്പി. എന്നിട്ട് സ്റ്റാൻലി നിൽക്കുന്ന വശത്തേക്ക് ചെന്നു. മാനേജർ അവളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. വെളുത്തു തുടുത്തൊരു പെൺകിടാവ്. അയാൾ ആശ്ചര്യം കൂറി. മുതലാളിക്ക് എവിടുന്ന് കിട്ടുന്നു ഒന്നിനു പിറകെ ഒന്നിനെ എന്ന മട്ടിൽ സുന്ദരികളായ പെൺമക്കളെ? അതിന് മറുപടിയൊന്നും പറയാതെ സ്റ്റാൻലി ബബിതയും കൂട്ടി ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി. അകത്തേക്ക് ചെന്നതിന് ശേഷം സ്റ്റാൻലി ബബിതയോട് പറയുകയാണ്, ചെറിയ ഓഫീസാ. തോട്ടം എന്നൊക്കെ കേട്ടപ്പോൾ ഗംഭീര ഓഫീസ് സെറ്റപ്പ് എന്നൊക്കെ കരുതി കാണും അല്ലേ?
ആ, ഞാൻ അങ്ങനെയാ വിചാരിച്ചേ. സ്റ്റാൻലിക്ക് അല്പം ക്ഷീണം തോന്നി. അയാൾ ഓഫീസ് ചെയറിലേക്ക് ഇരുന്നു. ബബിത ചുറ്റും കണ്ണോടിച്ച് നോക്കുകയാണ്. ഒരു പഴയ ഓഫീസ് ടേബിളും ഒരു പേപ്പർ വെയിറ്റും ഫയൽ ട്രേയും ഒരു ഫോണും മാത്രം. ഓടിട്ട കെട്ടിടത്തിന്റെ മച്ചിന്മേൽ അങ്ങിങ്ങായി മാറാലകളുണ്ട്. സ്റ്റാൻലി അപ്പോൾ ബബിതയോട് പറയുകയാണ്, ഞാനിവിടെ വന്ന് 1-2 മണിക്കൂറുകൾ ഇരുന്നിട്ട് പോകും. 5-6 കോളുകൾ വിളിക്കേണ്ടി വരും. അതിന് ഇത്രയൊക്കെ പോരെ? അതിന് ബബിത, പോരാ. പിന്നെന്ത് ചെയ്യണം? ഇതിവിടെ ഇട്ടിട്ട് വേറൊരു റൂം പണിതെടുക്കണം. കാണാൻ വരുന്ന ഗസ്റ്റിനുള്ള 3 കിടിലൻ കസേര, സോഫ സെറ്റി, ന്യൂ വുഡിലോ മറ്റോ ഡിസൈൻ ചെയ്ത ഉഗ്രൻ ഓഫീസ് ടേബിൾ, കമ്പ്യൂട്ടർ, ഫാക്സ്, 2 ഫോൺ, ഫ്ലോറിൽ പേർഷ്യൻ കാർപ്പറ്റ്, AC, ടീക്ക് പാനലിൽ ചെയ്ത വോൾസ്, അങ്ങനെ അടിപൊളിയായിട്ട് ഫർണിഷ് ചെയ്ത ഓഫീസിൽ എക്സിക്യൂട്ടീവ് റിവോൾവിംഗ് ചെയറിലിരിക്കണം അലീന ചേച്ചിയുടെ പപ്പ. അപ്പോൾ കാണാൻ വരുന്നവരോട് ഇരിക്കാൻ പറഞ്ഞാലും അവരിക്കണോ വേണ്ടയോ എന്നൊന്ന് സംശയിക്കും. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ വിളിക്കുമ്പോഴെല്ലാം ഈ അലീന ചേച്ചിയുടെ പപ്പ എന്ന് ചേർത്ത് വിളിക്കുന്നത്? അലീന പറഞ്ഞോ അങ്ങനെ ചേർക്കണമെന്ന്? ഇല്ല. ആരെങ്കിലും കേട്ടാൽ വിചാരിക്കുമല്ലോ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ ബബിത പറയുകയാണ്, എനിക്കും അലീന ചേച്ചി വിളിക്കുന്നത് പോലെ വിളിക്കാനാണ് ഇഷ്ടം. അരമണിക്കൂർ നേരം ഓഫീസിൽ ഇരുന്നിട്ട് സ്റ്റാൻലി ബബിതയും കൂട്ടി മടങ്ങി. വീട്ടിലേക്ക് പോകാതെ നേരെ കുളത്തുപുഴ ടൗണിൽ നിർത്തി. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങാം, സ്റ്റാൻലി ബബിതയോട് പറയുകയാണ്. എന്താ വാങ്ങിക്കാനുള്ളത്? ബബിത ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് തിരികെ നോക്കി. ഫ്രൂട്ട്സ് വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. സ്റ്റാൻലിക്കും അറിയില്ല ശരിക്കും എന്താണ് വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ബബിത പറയുകയാണ്, അലീന ചേച്ചിയെ വിളിച്ച് ചോദിച്ചാലോ എന്താ വാങ്ങേണ്ടതെന്ന്? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ബേക്കറിയിൽ കയറി നോക്കിയാലോ, അവിടെ എന്തെങ്കിലും കാണും. ബബിത അതിനോട് അനുകൂലിച്ചു. അവരൊരു ബേക്കറിയിൽ കയറി. എന്താണ് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. കേക്ക് വേണോ, ഹൽവ, അല്ലെങ്കിൽ ചെറി? എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. അപ്പോഴാണ് ബേക്കറിയുടെ ഒരു ഭാഗത്തൊരു ടേബിളും ചെയറും സ്റ്റാൻലി കണ്ടത്. കോഫി ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു, നമുക്കൊരു കോഫി കഴിക്കാം. ബബിതയും സ്റ്റാൻലിയും മേശക്കരികെ ചെന്ന് കസേരകളിലിരുന്നു. ജോലിക്കാരൻ അവരെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, സാർ കോഫിയാണോ ടീ ആണോ? പിന്നെ കോൾഡ് കോഫിയുമുണ്ട്, അല്ലെങ്കിൽ ബോൺവിറ്റ, ഹോർലിക്സ്, മിൽക്ക് ഷേക്ക്, ഷാർജ, ഐസ്ക്രീം. സ്റ്റാൻലി ബബിതയെ ഒന്ന് നോക്കി, എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വേണ്ടത്? എനിക്ക് ഒരു ഐസ്ക്രീം മതി. ഓക്കെ, ഐസ്ക്രീം. എനിക്കൊരു കോഫി. ജോലിക്കാരൻ ഐസ്ക്രീമിൻ്റെ വിവിധ ഇനങ്ങളുടെ പേരുകൾ പറയുവാൻ തുടങ്ങി. ബബിത ചോക്ലേറ്റ് ഐസ്ക്രീം ഓർഡർ ചെയ്തു. കോഫിയും ഐസ്ക്രീമും എത്തി. ബബിത ഐസ്ക്രീം കഴിക്കുന്നത് നോക്കിയിരിക്കെ സ്റ്റാൻലിയുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ വീണ്ടും വിടർന്നു കൊഴിഞ്ഞു. ആഗ്രയിൽ വെച്ച് വൈജയന്തിയെയും കൂട്ടിക്കൊണ്ട് വീക്കെൻഡുകളിൽ റെസ്റ്റോറൻറ്റുകളിലും കോഫി ഹൗസുകളിലും പോകാറുണ്ടായിരുന്നത് അയാൾ ഓർത്തു. ചുട്ട ചോളം അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓട്ടോറിക്ഷകളിലും സൈക്കിൾ റിക്ഷകളിലും വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ അവൾ കയറുകയില്ല. കുതിരകളോടായിരുന്നു കമ്പം. നിറമുള്ള കമ്പിളി വസ്ത്രങ്ങൾ അവൾ അധികം ഇഷ്ടപ്പെട്ടു. അവ അണിയുന്നതിന് വേണ്ടിയായിരുന്നു മഞ്ഞുകാലം വരുവാൻ വേണ്ടി അവൾ കാത്തിരിക്കുന്നത്. ഒരു ശൈത്യകാലത്താണ് അവൾ ഗർഭിണിയായത്. അതിനുശേഷം ഞാനും നീയും എന്ന അർത്ഥത്തിൽ താൻ സംസാരിക്കുമ്പോഴെല്ലാം അവൾ ഓർമ്മിപ്പിക്കും, നമ്മൾ 2 പേർ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്, അത് മറന്നുപോകല്ലേ. അങ്ങനെയേ പിന്നീട് അവൾ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ നല്ലതുപോലെ കമ്പിളി പുതച്ചു കിടന്നു, ഞങ്ങൾ കുറച്ചുനേരം വർത്തമാനം പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ചിലപ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നും, ആരാണ് ഈ ഞങ്ങൾ? വൈജയന്തി വയർമേൽ തൊട്ട് കാണിക്കും. ഞങ്ങളിപ്പോൾ 2 പേരുണ്ടെന്നുള്ള കാര്യം മറന്നോ? വൈജയന്തിയുടെ ജോലി രാജിവെപ്പിച്ച് സഞ്ജയ് പ്ലേസിൽ വാടക വീടെടുത്ത് അവിടേക്ക് അവളെ മാറ്റി താമസിപ്പിച്ചപ്പോൾ അവൾ തനിച്ചാണല്ലോ എന്നൊരാശങ്ക തന്നെ അലട്ടിയിരുന്നുവെന്ന് സ്റ്റാൻലി ഓർത്തു. അപ്പോഴെല്ലാം അവൾ സമാധാനിപ്പിക്കും, ഞാൻ തനിച്ചല്ലല്ലോ, ഞങ്ങൾ 2 പേരില്ലേ. വീക്കെൻഡിൽ അത് 3 പേരാവും. താനും വൈജയന്തിയും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും. 3 പേരും കൂടി ബ്ലാങ്കറ്റിന് കീഴിൽ ഒരു സ്വകാര്യ ലോകമുണ്ടാക്കി ആലിംഗനബദ്ധരായി കിടക്കും. പുറത്ത് നേരം വെളുക്കുകയും സൂര്യൻ ഉദിക്കുകയും അയൽക്കാർ ഭക്ഷണമുണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നുണ്ടാവും. താൻ എഴുന്നേൽക്കുവാൻ നിർബന്ധിക്കുമ്പോൾ വൈജയന്തി ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, വല്ലപ്പോഴുമല്ലേ ഉള്ളൂ നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ച്. ഇടയ്ക്ക് ബബിത ചോദിക്കുകയാണ്, പപ്പ എവിടെയാ? സ്റ്റാൻലി ഭൂതകാലത്തിൻ്റെ പൂമരച്ചില്ലയിൽ നിന്നും ഞെട്ടറ്റു വീണതുപോലെ തെല്ല് പരിഭ്രമിച്ച് ബബിതയെ നോക്കി. അവളുടെ കണ്ണുകളിൽ വിസ്മയം. സ്റ്റാൻലി ഒന്ന് മന്ദഹസിച്ചു. പപ്പയുടെ കോഫി തണുക്കുന്നു, ബബിത പറയുകയാണ്. താങ്ക് യു. സ്റ്റാൻലി കപ്പെടുത്ത് ഒരു കവൾ കോഫി കുടിച്ചിട്ട് വീണ്ടും ബബിതയെ നോക്കി. വൈജയന്തിയോടൊപ്പം തുടർന്നും ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവളും തൻ്റെ മകളായി ജനിക്കുമായിരുന്നു. അല്ലെങ്കിലും ഇവൾ തൻ്റെ മകൾ തന്നെയല്ലേ? അലീനയെ പ്രസവിച്ച അതേ ഉദരത്തിൽ തന്നെയല്ലേ ഇവളും ജന്മം കൊണ്ടത്? ബബിതയുടെ മുഖത്തേക്ക് വീണ്ടും ഒന്നുകൂടി നോക്കിയിട്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, ഒരു ഐസ്ക്രീം കൂടി ഓർഡർ ചെയ്യട്ടെ? വാനില, കസാട്ട, അല്ലെങ്കിൽ സ്ട്രോബെറി? വേണ്ട വേണ്ട, മതി. സ്റ്റാൻലി ഉടൻ തന്നെ ഷോപ്പിലെ ജോലിക്കാരനെ വിളിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ എല്ലാ ഐറ്റവും 2 എണ്ണം വീതം പാക്ക് ചെയ്യുവാൻ നിർദ്ദേശിച്ചു. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് തോന്നുമ്പോഴൊക്കെ ഓരോന്നെടുത്ത് കഴിക്കാമല്ലോ.
ഐസ്ക്രീമിന് പുറമെ കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിയിട്ടാണ് സ്റ്റാൻലി ബേക്കറിയിലെ ബില്ല് തീർത്തത്. വീട്ടിലെത്തി ജീപ്പിൽ നിന്നിറങ്ങിയ ഉടനെ അയാൾ സാധനങ്ങളടങ്ങിയ പാക്കറ്റ് ബബിതയെ ഏൽപ്പിച്ചു. ഔതക്കുട്ടിച്ചായനും അലീനയും തിരിച്ചെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് വലിയ പ്രചോദനമാണ്. കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.